വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം നിങ്ങളിവിടെ കാണുന്ന ആഡംബര നൗകയുമായിട്ട് ആസിഫ് അലിക്ക് ഒരു ബന്ധം ഉണ്ടായിരിക്കുകയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആസിഫ് അലിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ആസിഫിന് ഇപ്പോൾ ഈ അടുത്ത് രമേശ് നാരായണൻ സാറുമായിട്ട് ഒരു വിവാദമുണ്ടായല്ലോ. മനോരഥങ്ങൾ പ്രോഗ്രാമിൽ രമേശ് നാരായണൻ സാർക്ക് അവാർഡ് ആസിഫ് അലിയാണ് കൊടുത്തത്. ആ സമയത്ത് രമേശ് സാറ് ആസിഫ് അലിയെ അപമാനിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിച്ച വീഡിയോകളൊക്കെ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവയുടെ ലിങ്ക് ഇതാ ഇവിടെ കാണുന്ന ഐ ബട്ടണിലുണ്ട്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിൽ അതിൻ്റെ തമ്പനയിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ചെയ്യാം. രമേശ് സാർ ആസിഫ് അലിയെ അപമാനിച്ചെങ്കിലും ആസിഫ് അതൊരു കാര്യമായിട്ട് എടുത്തതേ ഇല്ല. അദ്ദേഹം ആ വേദിയിൽ രമേശ് സാറോട് വളരെ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയാണ് ബിഹേവ് ചെയ്തത്. പക്ഷേ അതിനുശേഷം കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കണ്ടവരൊക്കെ വളരെയധികം രമേശ് നാരായണൻ സാർക്കെതിരെ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ അത് വലിയ പ്രശ്നങ്ങളായതോടെ രമേശ് നാരായണൻ സാറ് പ്രസ് മീറ്റ് കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല ചെയ്തതെന്നൊക്കെ പറയുകയുണ്ടായി. അതേപോലെ ആസിഫിനെ വിളിച്ചിട്ട് ക്ഷമാപണം നടത്തുകയും വളരെയധികം ഇമോഷണലായിട്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ആസിഫ് പെരുമാറിയ ആ ഒരു പ്രവൃത്തി കൊണ്ടാണ് ഇപ്പോൾ ഈ ആഡംബര നൗകയുമായിട്ട് ആസിഫിന് ബന്ധമുണ്ടാകാൻ കാരണമായത്. ആസിഫിന് അന്ന് പനിയായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം പ്രസ് മീറ്റ് കൂട്ടി രമേശ് നാരായണൻ സാർക്കെതിരെ ആരും ഒന്നും പറയരുത്, അദ്ദേഹം അപ്പോഴത്തെ മാനസിക അവസ്ഥ കൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ്, പക്ഷേ അത് എനിക്കെതിരായിട്ടല്ല ചെയ്തതെന്നൊക്കെ അദ്ദേഹത്തെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ് ഉണ്ടായത്. രമേശ് സാറ് വർഗീയ വിദ്വേഷത്തോടു കൂടിയാണ് ആസിഫ് അലിയോട് പെരുമാറിയത് എന്നൊക്കെ കൂടി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണം ഉണ്ടായി. അപ്പോൾ ആസിഫ് അതിനെതിരെയും സംസാരിക്കുകയുണ്ടായി. സത്യത്തിൽ രമേശ് സാറ് ആസിഫ് അലിയെ ആ വേദിയിൽ വെച്ച് അപമാനിക്കുക തന്നെയാണ് ഉണ്ടായത്. കാരണം ആ വീഡിയോയിൽ കാണുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. എന്നിരുന്നാലും തന്നേക്കാൾ പ്രായം കൂടിയ ആളായതുകൊണ്ടും കൂടാതെ മറ്റൊരാൾക്ക് താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന നല്ല മനസ്സുള്ള ആളായതുകൊണ്ട് ആസിഫ് അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കണ്ട ആ ആഡംബര നൗക ദുബായിലെ മെറീനയിലുള്ള വാട്ടർ ടൂറിസം കമ്പനിയായ D3യുടെയാണ്. അപ്പോൾ അവർ ഇപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, അവർ ആ ആഡംബര നൗകയുടെ പഴയ പേര് മാറ്റിയിട്ട് ആസിഫ് അലിയുടെ പേര് ഇപ്പോൾ അതിൽ പതിച്ചിരിക്കുകയാണ്. അതായത് ഇനി മുതൽ ആ ആഡംബര നൗകയ്ക്ക് ആസിഫ് അലിയുടെ പേരാണ്. മാത്രവുമല്ല ആ നൗകയുടെ രജിസ്ട്രേഷൻ ലൈസൻസിലും ഇനി മുതൽ ആസിഫ് അലിയുടെ പേരാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ആസിഫിൻ്റെ എളിമയുള്ള, പക്വതയുള്ള, അതേസമയം അവസരോചിതമായ പ്രവർത്തനം കണ്ടിട്ടാണ് അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനായിട്ട് ആ ആഡംബര നൗകയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരിട്ടിരിക്കുന്നത് എന്നാണ് വാട്ടർ ടൂറിസം കമ്പനിയായ D3യുടെ CEO ഷെഫീഖ് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആസിഫ് അലി ഒന്ന് താഴ്ന്നു കൊടുത്തപ്പോൾ, ഒന്ന് എളിമ കാണിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോൾ എത്രയധികം ഉയർന്നു എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഒരു സ്വാഗതാർഹമായ പ്രവൃത്തിയാണ് D3 കമ്പനി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വീണ്ടും യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.